താരൻ കൊണ്ട് കൊഴിയും മുടി, ആ ഭാഗത്ത് വരും. പിന്നെ യൂത്തിനാണ് നല്ലത് എഫക്റ്റ് ചെയ്യാം. അപ്പം നല്ല മിനുസായ കഷണ്ടി പോലെ വന്നവർക്ക് നമ്മൾ ഒരിക്കലും പറ്റിക്കാൻ വേണ്ടി സാധനം കൊടുക്കലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മിനുസായി വന്ന ഹെയർ ഗ്രോത്ത് ഒക്കെ നഷ്ടപ്പെട്ടാൽ വരാൻ സാധ്യതയില്ല. പെട്ടെന്നൊരു ബ്രാൻഡ് വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കൊണ്ട് മാത്രം. നമ്മളെ ഹെയർ ഓയിലൊക്കെ തന്നെ നല്ല ഉറക്കം കിട്ടാനും നമ്മളെ സ്ട്രെസ്സൊക്കെ പോയിട്ട് മൈൻഡ് ഫ്രീ ആയിട്ട് അപ്പോൾ തന്നെ നല്ലൊരു ഉന്മേഷം ഉണ്ടാവില്ല ആളുകൾക്ക്. ആദ്യം ഞങ്ങളെ മക്കളെയാണ് ഞങ്ങളെ പരീക്ഷണം. പുറമൊക്കെ കൊടുക്കുന്നതിന് മുന്നേ അല്ല, മക്കളിൽ നിന്നും ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്നും എന്നിട്ട് മാത്രമേ പുറത്തു കയറുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ആളുകൾക്ക് ഇത് ഗുണകരമാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ലാബ് റിപ്പോർട്ടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമ്മൾ ഓരോ ബാച്ചും ലാബ് ടെസ്റ്റഡ് ആണ്. ISO ആൻഡ് GMP സർട്ടിഫൈഡ് ആണ്. NABL അക്രഡിറ്റേഷൻ ലാബ് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇത് വാങ്ങിക്കുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു 15 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിലും താരനും സ്റ്റോപ്പ് ആവും. പക്ഷേ മുടി വളരണമെങ്കിൽ ടൈം എടുക്കും. ഇപ്പം ഞങ്ങളെ ഫാക്ടറിയിൽ ആർക്കും വേണമെങ്കിൽ വരാം. ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. ഉണ്ടാക്കണ അന്ന് വരാ, കാണാ, ഇതാക്കുക എല്ലാം ചെയ്യാം. എസൻസോ ഒന്നുമല്ല, എസൻസോ കാര്യങ്ങളൊന്നുമല്ല, ലൈവാണ്. ഇനി ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഫാക്ടറിയിൽ ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് വരാൻ പരിശോധിക്കുക ഒക്കെ ചെയ്യാം. അപ്പോൾ വെളുത്തിട്ട് പാറൂല, പറയില്ല, വെളുത്തിട്ട് പാറും. സ്കിന്ന് നല്ലതായിരുന്നു. കാരണം നാട്ടിൽ നിന്നൊക്കെ എന്തായാലും അറിയാലോ, ഫാമിലിനൊക്കെ വിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ സുഖമായിട്ട് നല്ല ഉറക്കം കിട്ടുന്നതോട് കൂടി തന്നെ എല്ലാവർക്കും അറിയാലോ, സ്ട്രെസ്സ് കൂടെ ഉറക്കം കൂടി കിട്ടാതാവുമ്പോഴാണല്ലോ. അപ്പോൾ മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് നല്ല സുഖം തന്നെ കിട്ടും. അപ്പം പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇത് ഒരു അനുഗ്രഹമായി തീരുന്ന ഞാൻ പറയുന്നത്. ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കും, ഗ്യാരണ്ടി. അതിപ്പോൾ ഉപയോഗിച്ചവർക്ക് തന്നെ അറിയാം. ആഗോളതലത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രസിദ്ധി ആർജിച്ച ഒരു ബ്രാൻഡാണ് MS നാച്ചുറൽ ആയുർവേദിക് പ്രൊഡക്ട്സ്. അതിൻ്റെ തന്നെ സംരംഭകരായിട്ടുള്ള അതിന് തുടക്കം കുറിച്ച 2 പേരാണ് എൻ്റെ കൂടെയുള്ളത്. MS നാച്ചുറൽ പ്രൊഡക്ട്സിൻ്റെ MD മാഷിദ, ചെയർമാൻ സമദ്. ഇവർ 2 പേരുമാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. നമസ്കാരം. ഇപ്പോൾ ഇതുപോലൊരു പ്രൊഡക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ റീച്ച് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. വളരെ വേഗത്തിലായിരുന്നു അതിൻ്റെ റീച്ച്. പല വീഡിയോസും നിങ്ങൾ ചെയ്തിട്ടുള്ള പല പ്രൊമോഷൻസ് വീഡിയോസും ഒക്കെ വളരെ പെട്ടെന്ന് റീച്ച് ആവുകയും മില്യൺ കണക്കിന് വ്യൂസൊക്കെ പോവുകയുണ്ടായി. ഇതിന് പിന്നിലുള്ളൊരു പ്രയത്നം അതെങ്ങനെയായിരുന്നു? വർഷങ്ങളോളമുള്ള കഠിന പ്രയത്നം തന്നെ പറയാം. നമ്മൾ രണ്ടാളും വീട്ടിൽ നിന്ന് തുടങ്ങി വെച്ചൊരു പരിപാടിയാണ്. ചെറുതായി തുടങ്ങി മാഷാ അല്ലാഹ് അപ്പോൾ വലിയ വിധത്തിൽ 3000, 4000, 5000 ലിറ്റർ വരെ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നല്ല കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഇവരും ഞാനും ഉറക്കൊഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഇതിലൊക്കെ ചെറിയ കുട്ടികളൊന്നും അന്നില്ല. നമ്മൾ രണ്ടാളും കൂടി, കുട്ടികളില്ല എന്നല്ല, അവർ ഹെൽപ്പിനൊന്നും അന്നില്ല. നമ്മൾ തുടക്കത്തിൽ നമ്മൾ രണ്ടാളും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഉറക്കൊയ്യാന്ന് പറഞ്ഞാൽ അതിൽ മെയിൻ ഒരു ഘടകം തന്നെ. കാരണം 4 ദിവസത്തെ 5 ദിവസത്തെ പരിപാടിയാണ്. 4 ദിവസം പ്രിപ്പയറിങ് നല്ല പരിപാടിയാണ്. അതും മരുന്നുകളൊക്കെ ഇടിച്ചും അരച്ചും ഒക്കെ ചേർത്ത് നമ്മൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കുന്ന കണലടുപ്പിൽ, മെയിനായിട്ട് ഈ കണൽ എന്ന് പറഞ്ഞാൽ നല്ല വിറക്, മഹാഗണി അങ്ങനത്തെ നല്ല മരുന്ന് വിറക്, അങ്ങനത്തെ വിറകിലാണ് നമ്മളിത്. അതൊക്കെ ഒരു ഔഷധ ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. സ്ലോലി കുക്കിങ്ങിലാണ് ഇതിന് നല്ല എഫക്റ്റ് ഉണ്ടാവുക നമ്മളെ മരുന്നിന്. ഈ MS നാച്ചുറൽസ് പ്രൊഡക്ട്സ് എന്നുള്ള ആ MS അത് എവിടുന്നാണ്? അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്? അത് എന്താ സംഭവം? എന്താണ് MS എന്നല്ലേ? മാഷിദന്റെ പേര് സമദ്. അതിന്റെ ഞങ്ങൾ രണ്ടാളും കൂടെയാണ് ഇത് തട്ടിക്കൂട്ടി തുടങ്ങിയത്. അതെന്താന്ന് വെച്ചാൽ അതങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ എന്താ പേരിടുന്ന ചോദിച്ചു. അപ്പം MS എന്നാണ് ഇട്ടത്. പേര് പറഞ്ഞു, എൻ്റെ പേര് സ്വന്തം ഇടാറുണ്ട്. എന്നെ ഷോർട്ടാക്കി വിളിക്കൽ മാസി എന്നാ. നമുക്ക് മാസി ഹെയർ ഓയിൽ നിട്ടാലോ, അത് വേണ്ടായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങളെ രണ്ടാളെയും കൂടി പേരാക്കി. അങ്ങനെ MS എന്നിട്ട്. അപ്പോൾ MS എന്നുള്ള ഇപ്പോഴും എന്താണ് MS എന്നാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അറിയപ്പെടുന്നത് തന്നെ MS മാഷിദ, MS സമദ് എന്നുള്ളതാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതെന്താന്ന് പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുതിയ അഡ്രസ്സിലാണ് അറിയപ്പെടുന്നത്. ആ രീതിയിലേക്ക് നിങ്ങൾ ബ്രാൻഡ് ചെയ്യപ്പെട്ടു എന്നാണ്. തന്നെ എല്ലാവരും അറിയപ്പെടുന്ന ഇപ്പം അതാ. അവരെ പഴയ ഇതൊന്നും ഇപ്പം അറിയുന്നില്ലേ, MS-ന്റെ ആൾക്കാരല്ലേ. അപ്പം അതേ ഉള്ളു ചോദ്യങ്ങൾ. എന്തായാലും വലിയ ഹാപ്പിയാണ്. അൽഹംദുലില്ലാഹ്. സർവശക്തനോട് നമ്മൾ അതന്നെ നന്ദി, ദൈവത്തിനോട് എപ്പോഴും നന്ദി പറയണം. അൽഹംദുലില്ലാഹ്. സ്വാഭാവികമായിട്ടും ഒരുപാട് സമയമെടുത്തിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇതിൻ്റെ ഈ ഹെയർ കെയർ ഓയിലിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സ് ഓരോ ഘട്ടമായിട്ട് എങ്ങനെയാണ്?
ഘട്ടം ഘട്ടം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇതിനെടുക്കുന്നത്. നമ്മളെ മില്ലിൽ നിന്ന് തന്നെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയിൽ നമ്മൾ നെല്ലിക്ക, അലോവേര, തുളസി, പിന്നെ ഇൻഡിക്കോ ലീഫ്, അതേപോലെ ഹെന്ന ലീഫ്, പിന്നെ ബ്രഹ്മി, അങ്ങനെ എന്താ പറയുക നമ്മളെ മുടികൾ ബലം ഉണ്ടാവാനും മുടിയിഴകൾക്ക് ശക്തി ഉണ്ടാവാനൊക്കെ പറ്റിയ നല്ല നല്ല വൈറ്റമിൻസ് അറിയാലോ, നെല്ലിക്ക പോലത്തെ നല്ല നല്ല വൈറ്റമിൻ സി ഒക്കെ കിട്ടുന്ന നല്ല നല്ല മരുന്നുകൾ, ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇത്. പിന്നെ ആണെങ്കിൽ സ്ലോലി കുക്കിംഗ് ആണ്, ഒറ്റയടിക്ക് പാളിച്ച് സാധനം വേവിച്ചെടുക്കരുത്. സ്ലോലി ആയിട്ട് ഈ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് ഇങ്ങോട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി വരണം. പിന്നെ ഓവർ കരിക്കരുത്. ഇതിനൊരു പാകവും കാര്യമൊക്കെ ഉണ്ട്, അത് വേറെ. പക്ഷേ നമ്മൾ ഒരു 2-3 ദിവസം എന്തായാലും, പിന്നെ കട്ടിങ്ങും എല്ലാം ഒരു 3-4 ദിവസം പിടിക്കും ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഫുള്ളാകുമ്പോഴത്തേക്ക്. ഇപ്പോൾ നിങ്ങൾ കൊണ്ടോട്ടിയാണ് സ്ഥലം പറയുന്നത്. അപ്പോൾ ഇപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ ഈ ഹെയർ കെയർ പ്രൊഡക്ട്സ് വളരെ കൂടുതലായിട്ട് വിറ്റഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കുറേ ബ്രാൻഡുകൾ പുതിയതായിട്ട് വരുന്നു. നിങ്ങൾ ശരിക്കും അത് ഒരു പ്രചോദനമായോ? അത് ഞങ്ങളങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങളതായിട്ടുള്ള രൂപത്തിലാണ് ഞങ്ങൾ പോണത്. നമ്മളെ ആളുകളെ ഏറ്റെടുത്ത് നല്ല റിവ്യൂ തരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് സാധനം ഇത് പറഞ്ഞല്ലോ, വർഷങ്ങളോളായിട്ട് ഞങ്ങളെ ഇന്നൊന്നും തുടങ്ങിയതല്ല. ഇത് വളരെ പെട്ടെന്ന് റീച്ച് ആയതോ കാര്യങ്ങളല്ല. ഇത് ഞങ്ങൾ ആദ്യം ഞങ്ങളെ കുടുംബക്കാർക്ക്, ഞങ്ങളെ വീട്ടിലാദ്യം ഉപയോഗിച്ച് കുടുംബക്കാർ, നാട്ടുകാർ, അങ്ങനെ 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 പോകുന്നതാണ്. അങ്ങനെ എന്തോ കൊല്ലങ്ങളോളായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പെട്ടെന്നൊരു ബ്രാൻഡ് വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കൊണ്ട് മാത്രം അത് ആളുകളെ ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അയാൾ തേടി വരുന്നുണ്ട്. അതാ നമ്മൾ ആ ഔഷധക്കൂട്ടും എല്ലാം കറക്റ്റായി വരണം. ആളുകൾക്ക് ആ ഒരു തരത്തിലുള്ള വിശ്വാസ്യത കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. കെമിക്കൽ ഇല്ലാതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതന്നെ അതിൻ്റെ ഒരു വാസ്തവം. ആളുകളിൽ ഉപയോഗിച്ചിട്ട് അവർക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ വേറൊരാളോട് അങ്ങനെ ഷെയർ ചെയ്താണല്ലോ ഈ സാധനം. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സംവിധാനങ്ങൾ പല ഇൻസ്റ്റയും കാര്യമൊക്കെ ഉണ്ട്. ആദ്യമൊന്നും അങ്ങനെയല്ല, ഒരാൾ ഉപയോഗിച്ച് വലിയ റിസൾട്ട് പറയുമ്പോൾ വേറൊരാൾ വാങ്ങിക്കും. അവർക്ക് അതിൻ്റെതായ എഫക്റ്റ് കിട്ടുന്നതുകൊണ്ടാണ്. ഇതിലിടുന്ന മരുന്നുകൾ തന്നെ നല്ല കൂളിംഗ് എഫക്റ്റാണ്. നമ്മളെ ഹെയർ ഓയിലൊക്കെ തന്നെ നല്ല ഉറക്കം കിട്ടാനും നമ്മളെ സ്ട്രെസ്സൊക്കെ പോയിട്ട് മൈൻഡ് ഫ്രീ ആയിട്ട് അപ്പം തന്നെ നല്ലൊരു ഉന്മേഷം ഉണ്ടാവില്ല ആളുകൾക്ക്. പിന്നെ മുടി കൊഴിച്ചിൽ, മെയിനായിട്ട് സംഭവം എന്നുള്ളത് വെച്ചാൽ മെയിനായിട്ട് ഈ വേനൽക്കാലത്ത് മരുന്ന് കിട്ടാൻ വലിയ പ്രയാസങ്ങളാണ്. അപ്പോൾ പല സ്ഥലത്തുനിന്നും ഞങ്ങൾ മരുന്ന് സംഘടിപ്പിച്ച് കർണാടക, തമിഴ്നാട്, കേരളം, ഈ എല്ലാ ഇതിനും ഒരു മരുന്ന് കമ്മി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കില്ല. തേടി കണ്ടുപിടിച്ച് ആ മരുന്ന് കിട്ടണേ മാത്രമേ ഇവള് സമ്മതിക്കുള്ളൂ. നമ്മളോടുള്ളൊരു വിശ്വാസം ഉണ്ടാവില്ല ആളുകൾ. ഇതിപ്പോ എന്തെങ്കിലും ഇട്ട് ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് കൊടുത്ത് നമുക്ക് പക്ഷെ അതല്ലല്ലോ ശരി. അതിൻ്റെ കറക്റ്റ് സംഭവത്തിലാണ് ഉണ്ടാക്കുള്ളൂ. ആ എന്താ പറയുക, ഇത് ഞാൻ പറഞ്ഞ 4 ദിവസത്തെ ഒരു ഇതാണ് ആ കറക്റ്റ്. ഇത് പറഞ്ഞാൽ കൂടുതൽ മൂക്കാനും പാടില്ല, കൂടുതൽ ഇളമിക്കാനും പാടില്ല. രണ്ടും നമ്മളെ തലക്ക് കേടാണ്. ഓരോ മരുന്നും അതിൻ്റെതായ അനുപാതത്തിൽ. ഈ ഒരു മരുന്ന് മറ്റൊരു മരുന്ന് എല്ലാം കൂടി വാരിയിട്ട് അതിൻ്റെ റിസൾട്ട് പോകും. അങ്ങനെ പല മരുന്നും തമ്മിലുള്ള ഒരുപാട് 100 മരുന്നുകൾ വെച്ചിട്ടാണ്, ഈ 150 മരുന്നുകൾ വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കണ്ട എല്ലാ പച്ചിലകളും വെളിച്ചെണ്ണയിൽ വാരിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊന്നും ആവില്ല. കറക്റ്റ് 21ഓളം ആയുർവേദിക് ഔഷധങ്ങളുണ്ട്. 21 പറഞ്ഞാൽ ഞങ്ങൾ 22 ഇതുവരെ ആക്കിയിട്ടില്ല. അത് അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് ചേരുവ ആണ് ഞങ്ങൾ ചേർക്കുന്നത്. അത് 4 ദിവസം എന്ന് പറഞ്ഞാൽ 4 ദിവസം, ചിലപ്പോൾ 5 ദിവസവും, ചിലപ്പോൾ അത് ഫൈനലായിട്ട് ആ കറക്റ്റിൽ അത് അറിയണം. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. കുറേ റിസർച്ചൊക്കെ നടത്തിയിട്ടുണ്ടാവും. ഇപ്പം ഈ ഒരു കൂട്ടിനെ പറ്റിയിട്ട് ഇതിൽ ചേർക്കേണ്ട ചേരുവകൾ ഇതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് പഠിച്ചത്? എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു അറിവാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും, നമ്മൾ ഉപയോഗിക്കും, കുട്ടികൾ ഉപയോഗിക്കും, കുടുംബങ്ങൾക്ക് കൊടുക്കും. ആദ്യം മക്കളെയാണ് ഞങ്ങളെ പരീക്ഷണം. പുറമേക്ക് കൊടുക്കുന്നതിന് മുന്നേ മക്കളിൽ നിന്നും ഞങ്ങളെ എന്താ പറയുക കുടുംബങ്ങളിൽ നിന്നും എന്നിട്ട് മാത്രമേ പുറത്തേക്ക് ഇറക്കുള്ളൂ. ഇപ്പം ഞങ്ങൾ ഒരുപാട് മരുന്നുകളായിട്ട് ഇറങ്ങാനുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഞങ്ങളിതായിട്ടാണ് ഇറക്കുള്ളൂ. ആ രൂപത്തിൽ ഞങ്ങൾ ചെയ്യുള്ളൂ. കാരണം ഇത്രയും ജനങ്ങൾക്ക് എത്തിക്കാനുള്ളതാണല്ലോ. അതിൽ എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഞങ്ങളാണല്ലോ. ഇതുവരെ അൽഹംദുലില്ലാ GCC എല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ. യൂറോപ്യൻ കൺട്രീസിലേക്കാണ് ഇപ്പോൾ നെക്സ്റ്റ് ചോദിക്കുന്നത്. ഒരുപാട് എൻക്വയറി ഉണ്ട്, ചോദിക്കുന്നുണ്ട്. ഇപ്പം മലേഷ്യ ആയി തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ പല വൈക്കും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ട് ആളുകൾ വന്ന് എത്തി ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കും.
അപ്പോൾ ആർക്കെങ്കിലും ഞങ്ങൾ കൊടുക്കണില്ല. ഇത് കൊണ്ടെടുക്കാൻ പറ്റിയ ആൾ ഇപ്പോൾ ഒമാനിലൊക്കെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് കൊണ്ടെടുക്കാൻ പറ്റിയ ആളുകളാണുള്ളത്. അവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതിനാരെങ്കിലും കൊണ്ടുപോയി ഇത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ ആളുകൾക്ക് ഇത് ഗുണകരമാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ലാബ് റിപ്പോർട്ടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമ്മൾ ഓരോ ബാച്ചും ലാബ് ടെസ്റ്റഡ് ആണ്. ISO ആൻഡ് GMP സർട്ടിഫൈഡ് ആണ്. NABL അക്രഡിറ്റേഷൻ ലാബ് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഇതാണ്, ആളുകൾക്കും ഒരു വിശ്വാസം വരുമല്ലോ അതിന്മേൽ. പിന്നെ അവർക്കുള്ള മെയിനായിട്ട് റിസൾട്ട്. പിന്നെ അതിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ ഓരോ ജനങ്ങളുമാണ് ഇത് ഏറ്റെടുത്ത ആളുകളെ. ഓരോ ജനങ്ങൾ നമ്മളോടുള്ള ഒരു വിശ്വാസമാണ്. അത് നമ്മളും തുടരണം. ഇതിലൊരു കളങ്കം വരുത്തരുത്. ഇപ്പോൾ ഇന്നിപ്പോൾ 1 ലിറ്റർ എങ്ങനെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതേ മെഷർമെൻറ്റിലാണ്. നമ്മൾ കൂടുതൽ അളവ് ഉണ്ടാക്കുമ്പോൾ അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇപ്പോഴും അതേ രീതിക്ക് ഇവരായാലും ഞാനായാലും ആ കാര്യത്തിൽ ഇത് ഇന്ന് വരെ അൽഹംദുലില്ലാ ഒരുപോലെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞങ്ങൾ നാളികേരെടുത്ത് ഞങ്ങൾ കൊപ്പരാക്കി എന്താ പറയുക, ഞങ്ങളെ ചക്കിൽ ആട്ടിയ വെളിച്ചെണ്ണ മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റിലൊന്നും അങ്ങനെ അല്ലായിരുന്നു. ഫസ്റ്റിൽ ഞങ്ങൾ വാങ്ങിക്കുമായിരുന്നു. പിന്നെ അത് ഞങ്ങൾ തന്നെ ഇപ്പം എന്താ പറയുക, നമുക്ക് ഒന്നുകൂടി ഒരു വിശ്വാസം. കുറഞ്ഞ അളവ് ഉണ്ടാക്കാനുള്ളായിരുന്നു. നമ്മളെ പറമ്പിൽ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച്, ഇപ്പം പിന്നെ നാളികേരം കുറച്ച് കൂടുതൽ വേണ്ടി വരുമല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ ഒമാനിലെ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ തന്നെ ലുലു, നെസ്റ്റോ അടക്കമുള്ള സ്ഥലങ്ങളിൽ അടക്കം ഈ പ്രൊഡക്ട്സ് ഇപ്പോൾ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. എങ്ങനെയാണ് ഒമാനിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ഒമാനിൽ നല്ല റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ റിമ ഇൻ്റർനാഷണൽ മത്രയിലാണ്, അവരാണ് നമ്മളോട് ഇത് ഏറ്റുവാങ്ങിയത്. ഡിസ്ട്രിബ്യൂഷൻ മൊത്തം ഒമാനിൽ മൊത്തം ഇപ്പോൾ അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ജനങ്ങളെ ഏറ്റെടുത്തെന്നാണ് പറയുന്നത്. നല്ല നല്ല ആവേശകരമായ റിവ്യൂ ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കമ്പനിയിൽ, ഫാക്ടറിയിൽ, അതായത് ഇത് 2 ദിവസത്തിലധികം ഞങ്ങളെ ഫാക്ടറിയിൽ, ഞങ്ങളെ സ്റ്റോർ റൂമിൽ ഞങ്ങൾ നിൽക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ത്യയിലും ഇതിനെ അനവധി ആളുകൾ ആവശ്യക്കാരാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ആവശ്യക്കാരാണ്. ഇപ്പം ഞങ്ങൾ കേരളത്തിൽ ഔട്ട്ലെറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാ ഇപ്പം പെരിന്തൽമണ്ണ, മഞ്ചേരി, നിലമ്പൂർ, കാളിക്കാവ് ഇവിടെയൊക്കെ ഞങ്ങളിങ്ങനെ ഇട്ടുകൊണ്ട് വരികയാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പലരും ഈ ഹെയർ ഫോൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ പലരും ചൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. അതിന് പകരം വെക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണെന്ന് ഇത് നമുക്ക് പറയാൻ പറ്റുമോ? അത് നമ്മൾ അതിനൊരു ബദലാണെന്ന് ബദലെന്ന് നമ്മൾ പറയില്ല. കാരണം നമ്മൾ പ്രൊഡക്റ്റ് പറഞ്ഞാൽ 100% നമ്മൾ ഒരിക്കലും റിസൾട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തൈറോയിഡ് വന്ന് മുടി മൊത്തം പോയോല്, അങ്ങനെ നമ്മളെ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് അസുഖം വന്നിട്ട് പോയവരുണ്ടാകും. അപ്പം നല്ല മിനുസായ കഷണ്ടി പോലെ വന്നവർക്ക് നമ്മൾ ഒരിക്കലും പറ്റിക്കാൻ വേണ്ടി സാധനം കൊടുക്കലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മിനുസായി വന്ന ഹെയർ ഗ്രോത്ത് ഒക്കെ നഷ്ടപ്പെട്ടാൽ വരാൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ താരൻ കൊണ്ട് കൊഴിയും മുടി, ആ ഭാഗത്ത് വരും. പിന്നെ യൂത്തിനാണ് നല്ലത് എഫക്റ്റ് ചെയ്യുക. പിന്നെ നമുക്കറിയാലോ ഒരു 50 അങ്ങോട്ട് ഏജ് കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള സാധ്യത കുറയും, ഇല്ല എന്നല്ല. പക്ഷെ ഇവർക്കൊക്കെ തന്നെ തൈറോയിഡ് വന്ന് കാലങ്ങളോളം ഗൾഫ് രാജ്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ട മുടിയാണ്. എന്നാലും നമ്മൾ ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് ഈ ബാക്കിയുള്ളത് നഷ്ടപ്പെടാതെ ചെറിയ മാറ്റങ്ങൾ ഇവർക്ക് വന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നല്ല പൂർണ്ണമായി കഷണ്ടിക്ക് നമ്മൾ ഒരിക്കലും വരും പറയും കൊടുക്കരുത്. ഞങ്ങൾ പറയും ഈ ചില ആടിലൊക്കെ കാണാൻ ഫുൾ കഷണ്ടി ആയിട്ട് ഈ ഇത് ഉപയോഗിച്ചാൽ വരും എന്നുള്ളത് ഒരിക്കലും ഞങ്ങൾ പറയില്ല. അങ്ങനെ പറ്റിച്ചിട്ടുള്ളൊരു ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ താരം കൊണ്ട് പോയി കഷണ്ടി ആയതാണേ വരും. തുടക്കത്തിലേ നമുക്ക് തടഞ്ഞ് നിർത്താം. ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത് ആളുകൾ എന്തിനാ വെറുതെ പറ്റി. പക്ഷെ പറഞ്ഞവരുണ്ട്, കഷണ്ടിയിൽ മുടി വന്നെന്ന് പറയുന്നവരുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ പറയില്ല. അല്ല നമ്മളോട് വാങ്ങി ഉപയോഗിച്ചിട്ട് കഷണ്ടിയിൽ വന്നെന്ന് പറയുന്നവരുണ്ട്. അവർക്ക് എങ്ങനെയാന്ന് ഞാൻ പറയില്ല, താരം കൊണ്ട് പോയിട്ടുള്ള കഷണ്ടിയാണ്. അല്ലാതെ ഈ തൈറോയിഡൊക്കെ വന്ന് നല്ല മിനുസായ കഷണ്ടിയല്ല. കൂടുതൽ ഉണ്ടാകുമല്ലോ അങ്ങനെ പാരമ്പര്യമായിട്ട് മിനുസായ കഷണ്ടിക്ക് വരുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ എന്തിനാ വെറുതെ വാഗ്ദാനം കൊടുക്കണം? നമ്മൾ കൊടുക്കൂല. നമ്മളിപ്പോൾ ഒരു പ്രവാസ ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ MS തന്നെ ഞങ്ങൾ പറയും, അതുണ്ടെങ്കിൽ ഞങ്ങൾ ഫുൾ ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കണം. അത് പോണ വരെ ആ തലഭാഗത്ത് മതി ആ സാധനം, ആ ബോട്ടിൽ അത് ഡെയിലി എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്യാരണ്ടി പറഞ്ഞത് മുടി നഷ്ടപ്പെടല്ല, വന്ന മാതിരി തന്നെ തിരിച്ചു കൊണ്ടുപോകാം. ആ ഒരു ഓരോ പ്രവാസികളോടും ആണായാലും പെണ്ണായാലും കാരണം സ്ഥിരമായി ഇതിൻ്റെ പ്രത്യേകം സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റ്, മരുന്നല്ലത്. അത് സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്, നമ്മളെ ജീവിതകാലം മൊത്തം ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. ഇപ്പോൾ ഇതിൽ തന്നെ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്? നമ്മൾ നെല്ലിക്ക, കറ്റാർവായ, പിന്നെ ഹെന്ന ലീഫ് ഉണ്ട്, ഇൻഡിഗോ ലീഫ് ഉണ്ട്,
ഇതൊക്കെ തന്നെ മുടിക്ക് കെയർ ചെയ്യാൻ പറ്റിയ പിന്നെ ഒരുപാട് മരുന്നുകൾ വേറെ ഇടുന്നുണ്ട്. ബ്രഹ്മി, കീഴാർനെല്ലി അതൊക്കെ കൂട്ടി പിന്നെ നമ്മൾ ഉള്ളൊരു ഇടിച്ചും അരച്ചും നമ്മളെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ബാക്കി പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ബാക്കി ഔഷധങ്ങൾ കുറച്ചും കൂടി ഉണ്ട്. അതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനൊക്കെ എന്ന് വെച്ചാൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. അപ്പോൾ എന്താ നമുക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാനും കൂടി പറ്റുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നവർ പ്രധാനമായിട്ട് പറയുന്നത് ഉറക്കമില്ലാത്തവർക്കൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു 10-20 മിനിറ്റ് തലയിൽ പിടിപ്പിക്കണം. പിന്നെ നല്ല മസാജ് കൊടുക്കണം തലയിൽ ഇട്ട ഉടനെ ഒരു 5 മിനിറ്റ് നല്ല മസാജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ മൈൽഡ് എന്തെങ്കിലും ഷാമ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകി കളയുക. നമ്മൾ നല്ല അങ്ങനെയുള്ള സോപ്പൊന്നും അങ്ങനെ ഉപയോഗിക്കാത്തതാണ് നല്ലത് കഴുകി കളയാൻ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിസൾട്ട് എന്ന് പറയുന്നത്. അതും ആളുകൾക്ക് പെട്ടെന്ന് വേണം. റിസൾട്ട് എന്ന് പറയുന്ന സംഭവം ആളുകൾക്ക് വളരെ പെട്ടെന്ന് വേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റും എത്ര സമയം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ ഈ ഒരു മാറ്റം ഉണ്ടാവും. അതായത് അതായത് ഇത് വാങ്ങിക്കുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാവും എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു 15 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിലും താരനും സ്റ്റോപ്പ് ആവും. പക്ഷേ മുടി വളരണമെങ്കിൽ ടൈം എടുക്കും. ഒരു 1-2 മാസം കൊണ്ട് ചെറിയ ചെറിയ മുടി വന്നു തുടങ്ങും. പക്ഷെ നമുക്ക് പൂർണ്ണമായി ആയാലല്ലേ നമ്മൾ ആ മുടിൻ്റെ ഒരു ബാക്കി പറയാൻ പറ്റുള്ളൂ. പക്ഷെ 15 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിലും താരനും സ്റ്റോപ്പ് ആകുന്നുണ്ട്. നമ്മൾ ഉറക്ക് ടെൻഷനൊക്കെ 2 ദിവസം കൊണ്ട് തന്നെ അത് മനസ്സിലാവും. നമ്മളത് ഉപയോഗിച്ച് 2 ദിവസം കൊണ്ട് തന്നെ മനസ്സിലാവും. നല്ല ഉറക്ക്, ഉന്മേഷം ഒക്കെ. പിന്നെ എന്താണ് ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ള അകാല നേരം ഉണ്ടാവുമല്ലോ. ഒരു 8-10 വയസ്സായ കുട്ടികളൊക്കെ മുടി നരച്ചിരുന്ന് പറയുന്നത്. പക്ഷെ അവരിത് സ്ഥിരമായി ഉപയോഗിച്ചാൽ അവരെ നര കാണുന്നേ ഇല്ല. കുറേ അനുഭവം തന്നെ നമുക്കുണ്ട്. പക്ഷെ നമുക്ക് കുറേ പ്രായം കഴിഞ്ഞിട്ടുള്ള നര ഒറ്റയടിക്ക് അങ്ങനെ മാറൂല. കൂടുതൽ ഉപയോഗിച്ച് സോപ്പൊക്കെ ഉപയോഗിക്കാതെ ഇത് സ്ഥിരം ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് കുളിക്കുന്നവർക്ക് എഫക്റ്റ് ഉണ്ട്. പക്ഷെ ഒറ്റയടിക്ക് കറക്കുന്നല്ല കേട്ടോ പറയുന്നത്. സാവധാനം ഇങ്ങനെ നല്ലത് വരും. നമ്മൾ നാച്ചുറൽ എന്താ പറയുക ഡൈ ലീഫാണല്ലോ നമ്മളെ എന്താ പറയുക ഇൻഡിഗോ, അതൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് കറക്റ്റ് റിസൾട്ട് കിട്ടണേ നമ്മൾ ഹെന്ന ലീഫും കൂടി ചേർക്കണം. അതും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ സാവധാനം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ പലതും മാർക്കറ്റിൽ കുറച്ച് വിലയുള്ള സംഭവങ്ങളാണ്. ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കളായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ ഇത്രയും വിലയേറിയ അസംസ്കൃത വസ്തുക്കൾ ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പിന്നെ നമ്മളത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു. അതൊരു ഒരു സാധാരണ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അഫോർഡബിൾ ആയിരിക്കും? ഒന്നാമത്തെ അവർക്കും കൂടി താങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അത്യാവശ്യം നമ്മൾ തേടി പിടിച്ച് കൊണ്ടുവരികയാണ് ഇത് കിട്ടുന്ന സ്ഥലത്ത് നിന്ന്. പക്ഷേ എന്നാലും സാധാരണക്കാരും ദിവസം വാങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വില നമ്മളിതിൽ ഞങ്ങളൊരു പ്രീമിയം സാധനമാണെങ്കിലും ഞങ്ങളിത് വലിയൊരു വില ഈടാക്കി ഞങ്ങളിത് ചെയ്യണില്ല. അതായത് ഒരു കൊള്ള ലാഭം ഞങ്ങൾ എടുക്കണില്ല. ഞങ്ങൾ ചെറിയ ലാഭം എടുത്തിട്ടാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത്. വലിയൊരു ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങളിത് ചെയ്യണത്. എന്നാലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ രൂപത്തിലാണ് ഞങ്ങളിത് ചെയ്യുന്നത്. വലിയൊരു പ്രൈസ് കഴിഞ്ഞാൽ സാധാരണക്കാരന് താങ്ങൂല. എല്ലാവർക്കും താങ്ങണം എന്നുള്ള രൂപത്തിലാണ് ഞങ്ങളിത് മാർക്കറ്റിലേക്ക് ഇറക്കിയത് തുടക്കം മുതലേ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡായിട്ടുള്ളൊരു പദപ്രയോഗമാണ് വെളുത്തിട്ട് പാരുക എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമാണ്. അങ്ങനത്തെ ആ രീതിയിലുള്ള പ്രൊഡക്ട്സുകൾ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ തന്നെ 2 സ്കിൻ കെയർ ഓയിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, MS നാച്ചുറൽസിൻ്റെ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പപ്പായ സ്കിൻ കെയർ ഓയിൽ എന്ന് പറയുന്നത്. ഇത് കേവലം നമ്മൾ ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് വെളുക്കുക എന്നുള്ള ഒരു ഇതിലേക്കല്ല. അത് ഞാൻ ഒരിക്കലും വെളുത്തിട്ട് പാറാന്ന് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താണെന്നറിയോ, സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. നമുക്കറിയാലോ ഈ ഒരു സ്കിൻ ഓയിൽ കൊണ്ട് എന്ന് വെച്ചാൽ ഈ കലകൾ, ഈ മുഖക്കുരു അലർജിയൊക്കെ വന്നിട്ടുള്ള പാടുകൾ, മുഖത്തൊക്കെ ഉണ്ടാകുന്ന പാടുകൾ പോകാൻ, അതേപോലെ ചുണ്ടിലെ കളറ് അറിയാലോ പിഗ്മെൻറ്റേഷൻ, അതേപോലെ കഴുത്തിൻ്റെ ബാക്കിലെ കളറ് കറുപ്പ് കളറ്, ഇതൊക്കെ പോയിട്ട് നമുക്ക് എന്താ പറയുക ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടും. അത് പതിവായിട്ട് ഉപയോഗിക്കുന്നവർക്ക് നല്ല എഫക്റ്റാണ്. നാച്ചുറലായിട്ടൊരു ഗ്ലോ കിട്ടും. അല്ലാതെ ഒരിക്കലും വെളുത്തിട്ട് മാറൂല. പിന്നെ നമുക്കറിയാലോ ക്രീമൊക്കെ തേച്ചിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ഒറ്റയടിക്കില്ലേ, അത് കിട്ടൂല. പക്ഷേ ഇതൊരു 2-3 ആഴ്ച ഇങ്ങനെ തുടരെ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും. കലകളൊക്കെ പോയി സ്കിന്നിൽ ഒരു നാച്ചുറൽ ഒരു എന്താ പറയുക ഒരു ഹൈഡ്രേഷൻ തന്നെ കിട്ടും നമ്മുടെ സ്കിന്നിൽ. നമുക്കൊരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഭംഗി, ഒരു ബ്രൈറ്റ്നസ് കിട്ടും എന്നുള്ളതാണ്. സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, പതുക്കെ റിസൾട്ട് വരുള്ളൂ. പിന്നെ പഴയകാല ഒരു സംഭവമാണിത്. ഇത് അത്രയും പപ്പായ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതും ലൈവായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ലൈവ് ജനങ്ങളെ കാണണം. ഇപ്പം ഞങ്ങളെ ഫാക്ടറിയിൽ ആർക്കും വേണമെങ്കിൽ വരാം. ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്.
ഉണ്ടാക്കണ അന്ന് വരാം, കാണാം, ഇതാക്കുക, എല്ലാം ചെയ്യാം. കാരണം എസൻസോ ഒന്നുമല്ല, അത്രയും എസൻസോ കാര്യങ്ങളോ പപ്പായകളാണ് ഒന്നുമല്ല, നമ്മൾ ലൈവാണ്. ഇനി ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഫാക്ടറി ഞങ്ങൾ ഉണ്ടാക്കണം എന്ന് വരാം, പരിശോധിക്കുക, ഒക്കെ ചെയ്യാം. അതന്നെ. എത്രയോ ഫാമിലി ആയിട്ട് വരലുണ്ട്, സ്കൂളിൽ നിന്ന് വരലുണ്ട്, കോളേജിൽ നിന്ന് വരലുണ്ട്, ഒക്കെ വരലുണ്ട് കാണാൻ. ഇത് ഉണ്ടാക്കണമെന്നേ ഒന്ന് കാണാനുള്ള കൗതുകം കൊണ്ട്. വീഡിയോയിൽ മാത്രം കണ്ടിട്ടില്ലല്ലോ, അത് ഞങ്ങൾ വെല്ലുവിളിക്കണേ, ഞങ്ങളെ ഫാക്ടറിയിലേക്ക് വരാം. ഒരു സ്കിൻ കെയർ റുട്ടീനായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണല്ലേ. പിന്നെ ഈ പപ്പായ ഉണ്ട്, അതേപോലെ നമ്മളതിൽ വേറെയും സ്കിൻ ഓയിൽ ഉണ്ട്, ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് ഓയിൽ. അതെന്ന് വെച്ചാൽ ഈ ഒരു 40 ദിവസമൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് കേട്ടോ, പ്രസവിച്ച ഉടനെ നമുക്ക് എന്തായാലും ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് തേങ്ങാപ്പാലൊക്കെ തേക്കുന്നതാണ് കൂടുതലും നല്ലത്, വെർജിൻ കോക്കനട്ട് ഓയിലും ഒക്കെ. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 40 ദിവസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മളെ ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് ഓയിലും ഒരുപാട് നല്ലതാണ്. പിന്നെ വലിയവർക്ക് ഉപയോഗിക്കാം, അത് ചേച്ചി വലിയവർ ഉപയോഗിക്കാതിരിക്കേണ്ട, വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഓയിൽ തന്നെയാണ്. ഇപ്പോൾ GCCയിൽ തണുപ്പൊക്കെ അല്ലേ വരുന്നത്, അതിനൊക്കെ പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസർ പോലെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അത് ചേച്ചി കഴുകി കളയണം കേട്ടോ. അത് അപ്പോൾ വെളുത്തിട്ട് പാറൂല, പറയില്ല, വെളുത്തിട്ട് പാറും. സ്കിന്ന് നല്ലതായിട്ട് നിൽക്കും. പതിവായിട്ട് തേക്കുന്നവർക്ക് അറിയാം. അങ്ങനെ ചോദിക്കും, നമ്മളെ സ്കിൻ എന്താ അങ്ങനെ നിൽക്കാത്തതെന്നുള്ളത്. ആണുങ്ങളല്ലോ, അവർക്ക് കൂടെ തേക്കാൻ തരാം, നമുക്ക് തന്നെ ഇപ്പം തിരക്കാം, നല്ല തേക്കുമ്പോൾ നല്ല റിസൾട്ടാണ്. ഇനി നമ്മൾ ഹെയർ കെയർ ഓയിലിലോട്ട് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ പ്രവാസികൾക്കൊക്കെ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഉറക്കക്കുറവ്, സ്ട്രെസ്സ്, ജോലിഭാരം കൊണ്ടുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും മുടി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അവർക്കൊക്കെ ഇതൊരു പരിഹാരമാണെന്ന് തോന്നുന്നുണ്ടോ? നല്ല പരിഹാരമാണ്. അവർക്കിത് തേച്ച് കുളിച്ചാൽ സുഖമായിട്ട് ഉറങ്ങുക. കാരണം നാട്ടിൽ നിന്നൊക്കെ എന്തായാലും അറിയാലോ, ഫാമിലീനെയൊക്കെ വിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ സുഖമായിട്ട് നല്ല ഉറക്കം കിട്ടുന്നതോട് കൂടി തന്നെ എല്ലാവർക്കും അറിയാലോ, സ്ട്രെസ്സ് കൂടെ ഉറക്കം കൂടി കിട്ടാതാവുമ്പോഴാണല്ലോ. അപ്പോൾ മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് നല്ല സുഖം തന്നെ കിട്ടും. പിന്നെ മുടി പരിഹരിക്കാം, മുടിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മുടി കൊഴിച്ചിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നത്, ഒരാൾ ഇതിട്ടിട്ട് കുളിക്കുകയാണെങ്കിൽ, നല്ല തലയിൽ തേച്ച് നമ്മൾ പറഞ്ഞ മാതിരി തേച്ച് കുളിക്കുകയാണെങ്കിൽ നല്ല ഉറക്കും, ഉന്മേഷവും, പിന്നെ അകാല നിര, മാനസിക പിരിമുറുക്കം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അത് ഇല്ലാതാവുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണേ, ഈ മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ നിൽക്കും. പിന്നെ അറിയാലോ, ഇവിടെ ക്ലോറിൻ വാട്ടർ ആണല്ലോ, അത് ഉപയോഗിക്കുന്നത് തന്നെ നല്ല മുടി കൊഴിച്ചിലാണ്. അപ്പം പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇത് ഒരു അനുഗ്രഹമായി തീരുന്ന ഞാൻ പറയുന്നത്. ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കും, ഗ്യാരണ്ടി. അതിപ്പോൾ ഉപയോഗിച്ചവർക്ക് തന്നെ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ വളരെ പ്രധാനമാണ് തലയിൽ. അപ്പോൾ ഇത് ബ്ലഡ് സർക്കുലേഷന് എന്തെങ്കിലും തരത്തിൽ സഹായിക്കുന്നത് എങ്ങനെയാണത്? ബ്ലഡ് സർക്കുലേഷൻ ഇതിലിടുന്ന മരുന്നുകളൊക്കെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. പോരാത്തതിന് നമ്മളൊരു ഇത് തലയൊക്കെ അങ്ങോട്ട് സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും ആക്കണം. എല്ലാ ഭാഗത്തും ഇട്ടതിന് ശേഷം നല്ലൊരു 5 മിനിറ്റ് മസാജ് കൊടുക്കണം, ഇതെല്ലാ ഭാഗത്തൊന്ന് റെഡി ആവാൻ. എന്നിട്ട് പിന്നെ ഇനി നേരമില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ദിവസം പിടിപ്പിക്കണം, എന്നിട്ട് കുളിക്കുക. അല്ലാതെ ഓടിപ്പോയിട്ട് കുളിക്കരുത്. ഇതിൻ്റെ ഒരു എഫക്റ്റ് സ്കാൽപ്പൊന്ന് അറിയട്ടെ. ഇനി തീർത്തും വ്യക്തിപരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സ് നല്ല രീതിയിൽ റീച്ചായി, അതിന് ഒരുപാട് ലാഭം, ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നു. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം അതെന്താണ്? അത് പറയുകയാണെങ്കിൽ കൂടുതലും തിരക്കായി മാറി. ഇവർ നമ്മളെല്ലാവരും രണ്ടാളും ബിസി തന്നെ ആയി. എങ്ങനെ ഇത് എൻക്വയറീസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ടോ? ഇഷ്ടം പോലെ എൻക്വയറീസ് വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. എനിക്ക് തോന്നുന്നു ഏകദേശം 13 മില്യൺ വ്യൂസ് ഒക്കെ പോയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷൻ വീഡിയോസൊക്കെ. അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു? ആ വീഡിയോസ് കയറുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ പ്രൊഡക്റ്റ് ഇങ്ങനെ പെട്ടെന്ന് എണ്ണ ഉണ്ടാക്കൽ തുടങ്ങണം. പലതിലും നിങ്ങൾ തന്നെ ആയിരുന്നു അവതാരകരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ബിസിനസ് അല്ലെങ്കിൽ സംരംഭകൻ എന്നതിനപ്പുറത്തേക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ലെവലിലേക്ക് കൂടി നിങ്ങൾ വളർന്നത് എന്നുള്ളതാണ്. അതെങ്ങനെ തോന്നുന്നു? അത് തോന്നുന്നുണ്ട്, ആളുകളെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. നമ്മളൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ്, ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായി. അതാണ് പ്രത്യേകിച്ച് നമ്മളെ ഒരു കെമിക്കലും ഇല്ലാതെ ഉണ്ടാക്കുന്നതെന്നുള്ള ആളുകൾക്ക് ഇപ്പോൾ തോന്നി കഴിഞ്ഞു. ഈ മേഖലയിൽ ഈ ബിസിനസ് സംരംഭത്തിൽ കൂടുതൽ തിളങ്ങാനുള്ള എല്ലാവിധ ഭാഗ്യവും സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഈ ഭാവി പദ്ധതികൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അതെല്ലാം നല്ല രീതിയിൽ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.